നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകുന്നത് ഇന്ത്യൻ സിനിമയെ അപമാനിക്കുന്നതാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ദ കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായക അവാർഡ് അടക്കമുള്ള അംഗീകാരങ്ങൾ നൽകിയത് ഇന്ത്യൻ സിനിമയുടെ സിനിമാ പാരമ്പര്യത്തെ അപമാനിക്കുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രാധാന്യം പോലും ഇല്ലാത്ത സിനിമയെ ആദരിച്ച് തെറ്റായ സന്ദേശമാണ് അയക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കലാപരമായ ഗുണനിലവാരത്തിന് വേരല്ലാത്ത സിനിമയെ പൊക്കിയതിൽ പ്രതിഷേധം ഉയരുകയാണ്. ഉർവശിയും വിജയരാഘവനും കേരളത്തിന് അഭിമാനമായി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മലയാളികൾക്ക് ഇരട്ട നേട്ടം. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. പൂക്കാലം എന്ന ചിത്രത്തിൽ ചമ്മിയ കിഴവനായ വിജയരാഘവൻ മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമയുടെ അഭിനയം വീണ്ടും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ തെളിവാണ് ഈ പുരസ്കാരങ്ങൾ. സോഷ്യൽ മീഡിയയിലും ആരാധകരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയാണ് ഇരുവരും. നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. മലയാള സിനിമയിലൂടെയും മിമിക്രി കലാലോകത്തിലൂടെയും പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലായിരുന്നു നവാസിന്റെ മരണം. അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് നവാസ് ചോറ്റാനിക്കരയിലേക്ക് എത്തിയിരുന്നത്. രാവിലെ ഹോട്ടൽ ജീവനക്കാർ മുറി ചെക്ക് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചി മെട്രോയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്നുള്ള AR ആശയങ്ങൾ. ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ BA ഇന്ററാക്റ്റീവ് ഗെയിം ആർട്സ് ആൻഡ് ഡിസൈൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ കൊച്ചി മെട്രോയ്ക്കായി ആഗമെന്റഡ് റിയാലിറ്റി അടിസ്ഥാനമാക്കിയ ഭാഗ്യചിഹ്നങ്ങൾ രൂപകൽപ്പന ചെയ്തു. ഈ ചിഹ്നങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും വാട്ടർ മെട്രോ ബോട്ട് സ്റ്റേഷനുകളിലും ഉപയോഗിക്കാനാണ് പദ്ധതി. സ്മാർട്ട് ഫോണിലൂടെ സ്കാൻ ചെയ്താൽ ആനിമേറ്റഡ് സന്ദേശങ്ങളും വഴികാട്ടികളും ലഭിക്കുന്ന രീതിയിലാണ് സാങ്കേതികവിദ്യ. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള വലിയ അവസരമായും ഇത് മാറുന്നു. 30 ലക്ഷം രൂപ ചെലവഴിച്ചുവെന്ന ആരോപണം തെറ്റായ വ്യാഖ്യാനം. കെ രാജൻ. വയനാട്ടിലെ മാതൃക ടൗൺഷിപ്പിൽ 30 ലക്ഷം രൂപ ചെലവിട്ട് വീടുകൾ നിർമ്മിച്ചെന്ന വിമർശനത്തെ റവന്യൂ മന്ത്രി കെ രാജൻ തള്ളിക്കളഞ്ഞു. ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായവർക്ക് സുരക്ഷിതവും ദീർഘകാല ഗുണമേന്മയുള്ളതുമായ വീടുകളാണ് നിർമ്മിക്കുന്നത്. ഇതിന് കൂടുതൽ ചെലവ് ആവശ്യമാകുന്നതാണ് യാഥാർത്ഥ്യം. ഓരോ വീടും നേരത്തെ ഉപയോഗിച്ചിരുന്ന ചെലവിനേക്കാൾ മികച്ച നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത്. രാഷ്ട്രീയമായി വിഷയത്തെ കളവാക്കുന്ന ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസ് സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. റാപ്പർ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതി കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിൽ ഇൻഫോ പാർക്ക് SHO ആണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്. പരാതിക്കാരി നൽകിയ മൊഴിയെ അടിസ്ഥാനമാക്കിയുള്ള ബലാത്സംഗ കുറ്റമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതി കേസ് ഗുരുതരമായി കാണുന്നുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജിലെ ഉപകരണ വിവാദം. ഡോക്ടർ ഹാരിസ് പ്രതികരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ 20 ലക്ഷം രൂപയുടെ ഉപകരണം കാണാനില്ലെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പരാമർശം തെറ്റാണെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. 14 ലക്ഷം രൂപ വില മതിക്കുന്ന ഉപകരണം ശശി തരൂർ MP-യുടെ വികസന ഫണ്ടിൽ നിന്നാണ് വാങ്ങിയത്. ഉപകരണം ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവർത്തനക്ഷമമാണ്. മുഴുവൻ ഭാഗങ്ങളോടുകൂടിയ സംരക്ഷിത നിലയിലാണ് ഉപകരണം നിലനിൽക്കുന്നത്. മികച്ച നടന്മാർ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും. മികച്ച നടി റാണി മുഖർജി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജവാൻ സിനിമയിലെ പ്രകടനത്തിന് ഷാറൂഖ് ഖാനും 12th ഫെയിൽ സിനിമക്ക് വിക്രാന്ത് മാസിയും മികച്ച നടന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. റാണി മുഖർജി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ പ്രകടനമാണ്. അവാർഡുകൾ ജനപ്രിയതയും കലാപരത്വവും ഭംഗിയായി സംയോജിപ്പിക്കുന്നതിനായി വിലയിരുത്തുന്നു. കേരള സ്കൂളുകളിൽ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു നടപ്പിൽ. 1 മുതൽ 8ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്കായി പുതുക്കിയ ഉച്ചഭക്ഷണ പദ്ധതി കേരളത്തിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവ ആഴ്ചയിൽ ഒരു ദിവസം നൽകും. കൂടാതെ പുതിന, പച്ചമാങ്ങ, നെല്ലിക്ക, ഇഞ്ചി എന്നിവ ചേർത്ത ചട്നികളും ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പാക്കുന്നതാണ് പുതിയ മാതൃകയുടെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. BJPക്കായി വോട്ടുകൾ മോഷ്ടിച്ചതിന്റെ തെളിവുകൾ തനിക്ക് കൈവശമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ തെളിവുകൾ പുറത്തുവിട്ടാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ കച്ചവടങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വെളിപ്പെടുത്താനാണ് തന്റെ നീക്കമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. പശുവിനെ ആധാരമാക്കി കൊലപാതകം. 33 പേർക്ക് 7 വർഷം തടവ്, 5 പേർക്ക് ജീവപര്യന്തം.
ബീഹാറിൽ പശുവിനെ മോഷ്ടിച്ചതിന് പിന്നീടുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട കേസിൽ വലിയ വിധി. BJP നേതാവും ഉൾപ്പെട്ട 33 പേർക്ക് 7 വർഷം തടവും 5 പേർക്ക് ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചത്. ആന്ധ്രാപ്രദേശിലെ പ്രത്യേക കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പശുവിനെ ചുറ്റിപ്പറ്റിയ ദളിത് വിരുദ്ധ ആക്രമണമായിരുന്നു സംഭവം. കോതമംഗലത്ത് വിഷം കലക്കി കൊല, പെൺ സുഹൃത്ത് കുറ്റം സമ്മതിച്ചു. മാതിരപ്പള്ളിയിലെ അൻസിലിന്റെ മരണത്തിൽ ചേലാട് സ്വദേശിനിയായ അദീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അൻസിൽ മരിക്കുന്നതിന് മുൻപ് സഹോദരനോട് അവൾ എന്തോ കലക്കി കൊടുത്തു എന്ന് പറഞ്ഞതാണ് കേസിലെ നിർണായകമായി മാറിയത്. ശാസ്ത്രീയ ചോദ്യം ചെയ്യലിനിടെ അദീന കുറ്റം സമ്മതിച്ചു. വിഷം ചേർത്ത് തിളപ്പിച്ച പാനീയമാണ് മരണകാരണം. 70-കാരൻ പീഡിപ്പിച്ച് പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ സംഭവം. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ 70-കാരൻ അയൽവാസിയായ 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ബാലപരാതിക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെടുകയാണ് കുട്ടിയുടെ കുടുംബം. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.